ഹലോ ഫ്രണ്ട്സ്, കോട്ടൺ നൂലിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങൾ നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഒന്നാണ്. ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്ന കോട്ടൺ നൂലുകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഫാക്ടറി TV നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കോട്ടൺ നൂൽ അഥവാ പരുത്തി നൂല് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമുക്ക് പരുത്തി കൃഷിയുടെ അല്പം ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം, അല്ലേ? പരുത്തി കൃഷിയുടെ ചരിത്രം BC 5000 മുതലാണ് ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന പരുത്തി വസ്ത്രങ്ങളിലെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പഴക്കമേറിയ പരുത്തി അവശിഷ്ടങ്ങൾ ലഭിച്ചത് മെക്സിക്കോയിൽ നിന്നും അതുപോലെ തന്നെ പുരാതന ഭാരതത്തിന്റെ പ്രദേശങ്ങളിൽ നിന്നുമാണ്. ഭാരതത്തിൽ ചരിത്രാതീത കാലം മുതൽക്കേ പരുത്തിച്ചെടിയുടെ കൃഷി ആരംഭിച്ചിരുന്നു. പുരാതന ഭാരതത്തിന്റെ ഭാഗമായിരുന്ന മെഹർഗഡ് പരുത്തി തുണിയുടെ ലോകപ്രശസ്ത വിപണന കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മോഹൻജിദാരോയിൽ നിന്നുള്ള ഖനനത്തിൽ ഏഷ്യയിലെ തനത് വർഗത്തിൽപ്പെട്ട പരുത്തിയിൽ നെയ്ത വസ്ത്രാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗ്രീക്ക് ചിന്തകനായിരുന്ന ഹെറോഡോട്ടസ് ഇന്ത്യയിലെ പഞ്ഞി കായ്ക്കുന്ന സസ്യങ്ങളെക്കുറിച്ചും അതുപയോഗിച്ച് ഇന്ത്യക്കാർ വസ്ത്രമുണ്ടാക്കുന്നതിനെക്കുറിച്ചും തന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇറാനിലെ BC 500 മുതലും ചൈനയിലെ BC 200 മുതലും പരുത്തി കൃഷി ചെയ്തിരുന്നതായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വ്യവസായ വിപ്ലവത്തിന്റെ ആവിർഭാവത്തോടെയാണ് പരുത്തി വ്യവസായം ഒരു വലിയ ബിസിനസ് ആയിട്ട് വളർന്നത്. പരുത്തി കൃഷിയെയും പരുത്തി നൂൽ നിർമ്മാണത്തെയും അതുപോലെ തന്നെ പരുത്തി നൂൽ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്ര നിർമ്മാണത്തെയും മറ്റൊരു തലത്തിലെത്തിക്കുവാൻ യന്ത്രങ്ങളുടെ ഉപയോഗത്തിലൂടെ സാധിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ഇന്ത്യയും അമേരിക്കയുമാണ് പരുത്തി കൃഷിയിൽ 2-3 സ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം പരുത്തി കൃഷി ചെയ്യപ്പെടുന്നത് ഗുജറാത്തിലാണ്. ഇനി നമുക്ക് പരുത്തി നൂല് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ലോകവ്യാപകമായിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രകൃതിദത്ത നാരാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി ചെടിയിൽ നിന്നാണ് പരുത്തി നാര് നിർമ്മിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു ലഭിക്കുന്നത്. ഈ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞാണ് പരുത്തി പഞ്ഞി ഉണ്ടാക്കുന്നത്. മാൽവേസി എന്ന സസ്യകുടുംബത്തിലെ അംഗവും ഗോസിപ്പിയം ജനുസിൽപ്പെട്ട ആർബോറിയം, ഹെർബേസിയം, ഹിർദൂസം, ബെർബഡൻസ് എന്നീ ഇനത്തിൽപ്പെട്ട പരുത്തി ചെടികളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നത്. ഡെക്കാനിലെ ലാവാ മണ്ണാണ് ഇന്ത്യയിലെ പരുത്തി കൃഷിയുടെ കേന്ദ്രം. പ്രതിവർഷം 90 സെന്റിമീറ്റർ താഴെ മഴയും 21 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുമുള്ള കാലാവസ്ഥയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നത്. പരുത്തി കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിലം ഒരുക്കേണ്ടതുണ്ട്. യന്ത്ര സഹായത്തോടെ നിലം നന്നായിട്ട് ഉഴുത് മറിച്ചതിന് ശേഷം നിലങ്ങളിൽ പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ചേർക്കുന്നു. മിക്കപ്പോഴും രാസവളങ്ങൾ വെള്ളത്തിൽ കലർത്തിയ ശേഷം നിലങ്ങളിൽ യന്ത്ര സഹായത്തോടെ തളിക്കുകയാണ് ചെയ്യുന്നത്. പരുത്തി കൃഷി ചെയ്യുന്ന സീസണിന്റെ ആരംഭത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ നിലങ്ങളിൽ വളമിടുന്നത്. അടുത്തായിട്ട് വിത്ത് പാകലാണ്. പ്രത്യേകതരം മെഷീന്റെ സഹായത്തോടെ തന്നെയാണ് പരുത്തി കൃഷിക്ക് വേണ്ടി കൃഷിയിടങ്ങളിൽ വിത്തുകൾ പാകുന്നത്. വിത്ത് പാകുന്നതിന് മുന്നേ തന്നെ പരുത്തി കൃഷിക്ക് തിരഞ്ഞെടുക്കുന്ന വിത്തുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിരിക്കും. ഏകദേശം 4 മുതൽ 14 ദിവസം വരെയാണ് പരുത്തി വിത്തുകൾ മുളയ്ക്കുവാനെടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് സാധാരണയായിട്ട് പരുത്തി കൃഷിക്ക് ജലസേചനം നടത്തുന്നത്. കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനത്തിന്റെ മാറ്റമുണ്ടാക്കാം. സാധാരണയായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന ജലസേചന രീതിയാണ് പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഏകദേശം 3 മാസം കൊണ്ട് പരുത്തി ചെടികൾ പുഷ്പിക്കും. അതിനുശേഷം 1.5 മാസത്തിനുള്ളിൽ പരുത്തി ചെടികൾ വിളവെടുപ്പിന് തയ്യാറാകുന്നു. ഒരു പരുത്തി ചെടി വിളവെടുപ്പിന് പാകമായിട്ടുള്ള പരുത്തി ചെടിയായിട്ട് മാറുന്നതിന് ഏകദേശം 5 മാസം സമയമെടുക്കും. പരുത്തി ചെടിയുടെ കായ പാകമായി എന്നറിയാൻ സാധിക്കുന്നത് അവ സ്വാഭാവികമായിട്ട് വിളഞ്ഞ് ഉണങ്ങി പൊട്ടുമ്പോഴാണ്. ഇങ്ങനെ വിളവെടുപ്പിന് തയ്യാറായിട്ട് പരുത്തി ചെടിയിൽ പൊട്ടി നിൽക്കുന്ന കായ്കളിൽ നിന്നും പഞ്ഞി കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യന്ത്ര സഹായത്തോടെയാണ് ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന പരുത്തി പഞ്ഞിയിൽ പരുത്തി കായ്കളുടെ കുരു ഉണ്ടാവും. വിശാലമായിട്ടുള്ള പരുത്തി കൃഷിയിടങ്ങളിൽ കോട്ടൺ പിക്കർ എന്ന യന്ത്രം ഉപയോഗിച്ചിട്ടാണ് പരുത്തി പഞ്ഞി ശേഖരിക്കുന്നത്. കോട്ടൺ പിക്കർ ഉപയോഗിച്ച് ശേഖരിച്ച പഞ്ഞി വിളവെടുപ്പിനൊടുവിൽ ഒരു ട്രാക്ടറിൽ നിക്ഷേപിക്കുന്നു. അവിടെ നിന്നും ട്രാക്ടർ ശേഖരിച്ച പരുത്തി പഞ്ഞി ഒരു വലിയ കംപ്രസറിൽ നിക്ഷേപിച്ച് ചതുരാകൃതിയിലുള്ള ഒരു വലിയ ബ്ലോക്ക് രൂപത്തിലേക്ക് മാറ്റുന്നു. അതിനെ മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന മൊഡ്യൂളുകളെ ട്രക്കുകളിൽ കയറ്റി കോട്ടൺ പ്രോസസിംഗ് പ്ലാന്റിൽ എത്തിക്കുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച പരുത്തി പഞ്ഞി കംപ്രസ് ചെയ്താണല്ലോ മൊഡ്യൂളുകളിൽ നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ പരുത്തി പഞ്ഞിക്കോടൊപ്പം പരുത്തി കുരുക്കളും അതുപോലെ തന്നെ പരുത്തി ചെടികളുടെ ഇലകളും കായുടെ തോടും കമ്പുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അവയെല്ലാം നീക്കം ചെയ്ത് പരുത്തി നൂൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പരുത്തി പഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പ്രോസസിംഗ് പ്ലാന്റിൽ എത്തിക്കുന്നത്. പ്രോസസിംഗ് പ്ലാന്റിൽ എത്തുന്ന മൊഡ്യൂളുകളെ ആദ്യം ഒരു ഫീഡിംഗ് മെഷീനിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ ഫീഡിംഗ് മെഷീൻ മൊഡ്യൂളിനെ ഡീകംപ്രസ് ചെയ്ത് വീണ്ടും പരുത്തി പഞ്ഞിയാക്കുന്നു. ഈ പഞ്ഞിയെ ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഹോട്ട് ബോക്സ് എന്ന യന്ത്രത്തിലൂടെ കടത്തിവിടുന്നു. ഈർപ്പമുള്ള പരുത്തി പഞ്ഞി വൃത്തിയാക്കുന്നത് പ്രയാസമേറിയ പ്രക്രിയയാണ്. ഹോട്ട് ബോക്സ് എന്ന യന്ത്രം ചൂടുവായു ഉപയോഗിച്ച് അതിലൂടെ കടന്നു പോകുന്ന പരുത്തിപ്പഞ്ഞിയെ നന്നായിട്ട് ഉണക്കി ഈർപ്പമില്ലാതാക്കുന്നു. ഇങ്ങനെ ഉണക്കിയെടുത്ത പരുത്തിപ്പഞ്ഞി വേർഡ് ബസ്റ്റർ എന്ന യന്ത്രത്തിലൂടെ കടത്തിവിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കുന്നു. പരുത്തിപ്പഞ്ഞിയിൽ അടിഞ്ഞിരിക്കുന്ന അവശിഷ്ടങ്ങൾ അവയിൽ നിന്നും അടർന്നു മാറുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാർഡ് ബസ്റ്റർ യന്ത്രത്തിൽ നിന്നും പരുത്തിപ്പഞ്ഞി നേരെ
എത്തുന്നത് സ്റ്റഡി ഫ്ലോ എന്ന യന്ത്രത്തിലേക്കാണ്. ഈ യന്ത്രം പരുത്തിക്കുരുവിനെയും പഞ്ഞിയെയും മറ്റു അവശിഷ്ടങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. സ്റ്റഡി ഫ്ലോ യന്ത്രത്തിന്റെ ഒരു കുഴലിലൂടെ പരുത്തിക്കുരു ഉൾപ്പെടെയുള്ള പഞ്ഞി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു പൈപ്പിലൂടെ പരുത്തി പഞ്ഞിയിൽ അടഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും പ്ലാന്റിന് പുറത്തേക്ക് പോകുന്ന ഒരു കൺവെയർ ബെൽറ്റിലേക്ക് വീഴുന്നു. സ്റ്റഡി ഫ്ലോ യന്ത്രത്തിൽ നിന്നും പൈപ്പിലൂടെ നീങ്ങുന്ന പരുത്തിക്കുരു ഉൾപ്പെടെയുള്ള പഞ്ഞി അടുത്തതായിട്ട് എത്തുന്നത് ജിൻസ്റ്റാൻഡ് എന്ന യന്ത്രത്തിലേക്കാണ്. ജിൻസ്റ്റാൻഡ് പരുത്തിപ്പഞ്ഞിയിൽ നിന്നും പഞ്ഞിക്കുരുവിനെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ജിൻസ്റ്റാൻഡ് വേർതിരിച്ചെടുക്കുന്ന പരുത്തിപ്പഞ്ഞിയെ വിളിക്കുന്ന പേര് ലിൻഡ് എന്നാണ്. പരുത്തിക്കുരുവിൽ നിന്നും വേർപെട്ട ലിൻഡ് ജിൻസ്റ്റാൻഡ് മെഷീനിൽ നിന്നും ഒരു കൺവെയർ ബെൽറ്റിലേക്ക് വീണ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പരുത്തിപ്പഞ്ഞിയിൽ നിന്നും വേർതിരിക്കുന്ന പരുത്തിക്കുരുക്കൾ ഉപയോഗശൂന്യമല്ല കേട്ടോ. ഒരു പരുത്തിക്കുരുവിലും 23% പ്രോട്ടീനും 20% ഫാറ്റും 25% ഫൈബറും അടങ്ങിയിട്ടുണ്ട്. പരുത്തിക്കുരുക്കൾ പ്രധാനമായിട്ടും പരുത്തി എണ്ണ നിർമ്മിക്കുന്നതിനും പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ നിർമ്മിക്കുന്നതിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ജിൻസ്റ്റാൻഡ് മെഷീനിൽ നിന്നും കൺവെയർ ബെൽറ്റിലൂടെ എത്തുന്ന ശുദ്ധമായ പരുത്തിപ്പഞ്ഞിയായിട്ടുള്ള ലിൻഡിനെ ട്രാമ്പർ എന്ന മെഷീൻ ഉപയോഗിച്ച് വീണ്ടും കംപ്രസ് ചെയ്ത് ബണ്ടിലുകളായി മാറ്റി കെട്ടുന്നു. ഇങ്ങനെ കെട്ടുന്നതിനൊപ്പം ഓരോ ബണ്ടിലിൽ നിന്നും സാമ്പിളുകൾ ക്വാളിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടി ശേഖരിക്കുന്നു. ബണ്ടിലുകളുടെ ഗ്രേഡിംഗ് പൂർത്തിയാകുന്നതോടെ അവയെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരുത്തി നൂൽ നിർമ്മിക്കുന്ന പ്ലാന്റുകളിലേക്ക് അയക്കുന്നു. ത്രെഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് യൂണിറ്റിലെത്തുന്ന ബണ്ടിലുകളിലെ ലിൻഡിനെ പ്രത്യേകതരം മെഷീനുകളുടെ സഹായത്തോടെ ഒരു വള്ളി പോലെയുള്ള രൂപത്തിലേക്ക് നിർമ്മിച്ച് റോളുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ റോളുകളാക്കി മാറ്റിയ പരുത്തിപ്പഞ്ഞിയിൽ നിർമ്മിതമായിട്ടുള്ള പഞ്ഞിയെ പരുത്തി നൂൽ നിർമ്മിക്കുന്ന മെഷീനിലേക്ക് കടത്തിവിട്ട് വസ്ത്രം നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള നൂലിന്റെ രൂപത്തിലേക്ക് മാറ്റി റോളുകളാക്കി എടുക്കുന്നതോടെ പരുത്തി നൂല് തയ്യാറാക്കപ്പെടുന്നു. ഇങ്ങനെയാണ് പരുത്തി ചെടിയിൽ നിന്നും പരുത്തി നൂല് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.